ഹായ്. സുഖല്ലേ? മനസ്സിലായില്ലേ? ആ മനസ്സിലായ സ്ഥിതിക്ക് ചോദിക്കാം. മറ്റേ എങ്ങനെയുള്ള ആളെ മാരേജ് ചെയ്യാൻ ഇഷ്ടം? ഞാനിപ്പോ മാരേജ് ചെയ്യുന്നില്ല. ചെയ്യുമ്പോ നോക്കിയപ്പോ ഇപ്പൊ തന്നെ നോക്കണോ അറിയാനുള്ള ആഗ്രഹം പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ അഭിപ്രായം ഇല്ല. മാരേജ് ചെയ്യാൻ എന്താ എന്റെ പോലത്തെ ആളായാ മതി. എന്റെ പോലത്തെ അതെന്റെ പോലത്തെ അതെന്നെ അറിയുമ്പോ അറിയാലോ. എങ്ങനെയുള്ള ആളെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടം? ഒരു എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ. അല്ലാതെ പതികാരയിലൊക്കെ കിട്ടുമോ? ഐ മീൻ എക്സ്പെക്ടേഷൻസ്, ക്വാളിറ്റി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാൽ പറയണം. നമ്മളങ്ങനെ ചിന്തിക്കാറില്ല, അതാണ് പ്രശ്നം. അതെ, ഇപ്പൊ ചിന്തിച്ചു. ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഇപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ സിറ്റുവേഷണൽ ആയിട്ടുള്ളതല്ലേ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടിയാലേ ചൂസ് ചെയ്യും. ഇപ്പോൾ ഏജ് എത്ര? 22. എപ്പോൾ മാരേജ് ചെയ്യാനാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനം? എനിക്ക് മാരേജിന് ടൈമായി തോന്നുമ്പോൾ മാരേജ് ചെയ്യണം. സ്വയം തോന്നണം. ഞാൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡബിൾ ആണ് കേട്ടോ. ആളും അത്യാവശ്യം അണ്ടർസ്റ്റാൻഡ്. കന്നഡയൊക്കെ വെച്ചിട്ട് എവിടെ പഠിക്കണേ? കല്ലടി കോളേജ്. ഇവിടെ ആണോ? ഏത് ഇയർ? 5th ഇയർ. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന നന്ദി. ദിർഫത്ത് മണ്ണാർക്കാട് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. നോക്കണോ? ചാൻസ് ഇല്ല. എൻ്റെ കയ്യിൽ നിന്ന് പല ഗിഫ്റ്റുകളും വരും. അതെ, അവളാണ് എല്ലാവരും ഫോളോ ചെയ്ത് വെക്കാറ്. ഫോണില്ലേ? നോക്ക്. എന്താ ദിർഫത്ത് മണ്ണാർക്കാട്? ചാൻസ് കുറവാണ്. ഇല്ല, ഞാൻ തെറ്റി. എന്നാ ഫോളോ ചെയ്തു. ഓക്കെ, താങ്ക് യു. ഇവിടെ ചെയ്തിട്ടുണ്ടാവും. സാധനം കിട്ടിയാ? DIR FATH. ഓ, 50 മ്യൂച്വൽ ഉണ്ടായിട്ടും FATH ചെയ്തില്ലേ? അപ്പോൾ മറ്റേ കല്യാണപ്രായമാകുമ്പോൾ വിളിക്കാം. ശരി, താങ്ക് യു.